നമസ്കാരം. വി ഡി സതീശനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കണ്ടിട്ടുണ്ടെങ്കിൽ കല്ല് വെച്ചെറിഞ്ഞ് ഓടിക്കും. വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പൗരത്വ ഭേദഗതി നിയമമാണല്ലോ. ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുമില്ല എന്ന് LDF രാഖി രാമാനം ഇങ്ങനെ വിളിച്ചു പാടി നടക്കുമ്പോഴും പല വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിടുമ്പോഴും അതൊക്കെ പച്ചക്കള്ളമാണ്. ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് എന്നൊക്കെ UDFന്റെ സ്ഥാനാർത്ഥികൾ മൈക്കും വെച്ച് കെട്ടി പ്രസംഗിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വി ഡി സതീശൻ കാണുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയും? ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. സതീശൻ പറഞ്ഞ ഒരൊറ്റ നുണ. ആ നുണ സതീശനെ വരെ ഏറിലാക്കി. സതീശന്റെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. സതീശൻ പറഞ്ഞു, 8ാമത്തെ പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അനുച്ഛേദം 14 എന്ന് പറഞ്ഞു. ഒരു അനുച്ഛേദം 14 ഉണ്ടായിരുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ ഒരക്ഷരവും പ്രകടന പത്രികയിൽ പറയുന്നുമുണ്ടായിരുന്നില്ല. അത് ജനങ്ങളും തിരിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ അതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ, ആ 8ാം പേജിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പല വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി തന്നെ LDF പറഞ്ഞത് സത്യമാണെന്ന് സതീശൻ തന്നെ തെളിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് നിലപാടില്ല എന്ന് സതീശൻ തന്നെ പറയാതെ പറഞ്ഞു. സതീശൻ അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥികൾക്കും വലിയ തലവേദനയായി. ഇപ്പോൾ അവരും വിചാരിക്കുന്നുണ്ടാകും, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു നേതാവാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന്. പെങ്ങളൂട്ടി വല്ലതും സതീശനെ വഴിക്ക് വെച്ച് കണ്ടാൽ ഇങ്ങനൊരു പാട്ട് പാടാനും സാധ്യതയുണ്ട്. അപ്പോഴേ പറഞ്ഞില്ലേ വാ തുറക്കണ്ട തുറക്കണ്ടാന്ന്, തുറക്കണ്ട തുറക്കണ്ടാന്ന് എന്ന് പാടാനുള്ള സാധ്യത 100ൽ 150% കൂടുതലാണ്. എന്താണെന്നറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വി ഡി സതീശൻ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും UDFന്റെ തന്നെ സ്ഥാനാർത്ഥികൾ പറഞ്ഞാണ്, ഈ മൊയ്ന്തിനെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലേക്ക് വിടരുത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണിച്ചു കൂട്ടി എവിടെയെങ്കിലുമൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നേ ഇല്ല. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 10 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉലകം ചുറ്റും വാലിബനെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നാണ് നമ്മുടെ പപ്പുമോൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആരാണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അതായത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുന്നത്. ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നൊക്കെ പറഞ്ഞ് ഉലകം മുഴുവൻ ചുറ്റി എവിടെയെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഈ മൊയന്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഉണ്ടാകില്ലെന്ന്. പോട്ടെ, മല്ലികാർജുൻ ഖർഗെയാണല്ലോ ഇവരുടെ അധ്യക്ഷൻ. അദ്ദേഹം എവിടെയെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ? വേറൊന്നും നമ്മൾ കേട്ടു. അതായത് ഇത് നടപ്പിലാക്കുമോ, ഇതിനെതിരെ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ നേരം വെളുക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. ഇപ്പോഴും ഖർഗെയ്ക്ക് നേരം വെളുത്തിട്ടേ ഇല്ല. നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും അതിശക്തമായി പ്രതിഷേധിക്കാത്ത രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെ പറയുമ്പോൾ ചിരിക്കണോ കരയണോ? കേരളത്തിലെ ജനങ്ങൾ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡമോനെ, എന്തടാ ഇത്? ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ? പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നേതാവാണ്, ഒരു മുഖ്യമന്ത്രിയാണ്. പൗരത്വ ഭേദഗതി നിയമം ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ, അങ്ങനെ ഒരു നേതാവിനെതിരെ രാഹുൽ ഗാന്ധി ഇത്ര ബാലിശമായ ചില ഗിമ്മിക്ക് പച്ച കള്ളങ്ങൾ പടച്ചുവിടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പക്വത എത്രത്തോളമാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലട്ടോ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്നൊക്കെ ജനങ്ങൾ ഓടിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് ഈ വിഷയത്തിലൊക്കെ എന്താണ് കോൺഗ്രസിനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത്? നടപ്പിലാക്കില്ല എന്ന് പറയാൻ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു? ഇല്ലെന്നേ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 7 അയലത്ത് കൊണ്ടുപോയി കെട്ടാൻ കഴിയാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നതാണ് സത്യം. ഒരു വിഷയത്തിലും ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജന്തർ മന്ദിറിൽ ഒരു സമരം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പോലും പങ്കെടുത്തില്ലല്ലോ പരിപാടിയിൽ. മറിച്ച് അരവിന്ദ് കെജ്രിവാൾ, DMK നേതാക്കൾ, അങ്ങനെ തുടങ്ങിയ എത്ര നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. എന്തുകൊണ്ട്
കേരളത്തിലെ വയനാട്ടിൽ നിന്ന് പോയ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നില്ല, മോദി സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. ആ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്ന് ഞാൻ 24 മണിക്കൂറും മോദിക്കെതിരെ സംസാരിക്കുന്ന ആളാണ് എന്ന് വന്ന് ഇവിടെ പ്രസംഗിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ജയിച്ച മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്തൊരു വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിക്കുന്ന ചിങ്കമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ ചിങ്കത്തിൻ്റെ ഒരു കഥ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി. ഈ റോഡ് ഷോയിൽ എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു കൊടിയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും പ്രവർത്തകർ കൊടി പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടോ? ഇല്ലെന്നേ, പേടിയാണ്. കോൺഗ്രസ് കൊടി പൊക്കിയാൽ മുസ്ലിം ലീഗും കൊടി പൊക്കും. അപ്പോൾ BJP IT സെല്ലൊക്കെ ഇത് പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന ഭയമാണ് രാഹുൽ ഗാന്ധിക്ക്. അതിനോടെതിരെ അല്ലെങ്കിൽ അതിനെതിരെ പോലും ശബ്ദമുയർത്താൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയൊക്കെയാണ്, സ്വന്തം കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധിയൊക്കെയാണ് ഞാൻ ഈ നരേന്ദ്രമോദി വിറപ്പിക്കുന്ന ചിങ്കമാണ് എന്ന് പറയുന്നത്. കണ്ടുപഠിക്കണം രാഹുൽ ഗാന്ധിയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. എന്നിട്ട് എന്തുകൊണ്ട് കൊടി പൊക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ ഹസൻ്റെയൊക്കെ അടുത്ത് ചോദിക്കുമ്പോൾ ഹസനൊക്കെ പറയാണ്, ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങളങ്ങ് പൊക്കമുള്ള, നിങ്ങൾക്ക് എന്നാ പ്രശ്നം, ഞങ്ങൾ മറ്റേ ഫ്ലക്കാർഡിൽ മറ്റേ രാഹുൽ ഗാന്ധിയുടെ പടം പിടിച്ചുകൊണ്ട് നടക്കാൻ പോണേ, നിങ്ങൾക്ക് എന്നാ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. എന്ത് പറയാനാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയെ? മൃദു ഹിന്ദുത്വ നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഏത് വിഷയത്തിലാണ് ഇവർക്ക് നിലപാടുള്ളത്? ഒരു വിഷയത്തിലും നിലപാടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഇവിടെ നോട്ടും മേടിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് പോകാനുള്ള വരവാണ് ഇക്കുറി. വയനാട്ടിൽ നിന്നും കൂടി തോറ്റാൽ തീർന്നു ഭാവി. ഒരു സംസ്ഥാനത്തിനും വേണ്ടാത്തൊരവസ്ഥയായി. അമേഠിയിൽ എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. അമേഠിയിൽ നിന്ന് മത്സരിക്കാൻ സ്മൃതി ഇറാനി, BJP നേതാവ് സ്മൃതി ഇറാനി വെല്ലുവിളിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകുന്നില്ല. നിന്ന് പൊട്ടിയാൽ നാണം കെടുമെന്നറിയാം. ഈ ഭാരത് ജോഡോ യാത്രയും അതുപോലെ തന്നെ ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ കടന്നുപോയ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് ആരുടെ കയ്യിലാണ്? BJPയുടെ കയ്യിലാണ്. എങ്ങനെ BJPയുടെ കയ്യിലേക്ക് പോയി? ഈ കടന്നുപോയ സംസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ നേരെ BJPയിലേക്ക് പോയി. അരുണാചൽ പ്രദേശ് ഇവരുടെ ഒരു വലിയ കോട്ടയായിരുന്നല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം BJPയിലേക്ക് പോയി. ഇന്നത് അവിടെ BJP ആണ് ഭരിക്കുന്നത്. മണിപ്പൂരിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്, അസമിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്, നാഗാലാൻഡിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്നിട്ട് ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുമ്പോൾ പല കോൺഗ്രസ്സുകാരും BJP ആയി മാറുകയാണ്. എന്നിട്ടും ഞങ്ങൾ BJPക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. സ്വന്തം നേതാക്കളെ പിടിച്ചുപോലും നിർത്താൻ കഴിയാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഇതുവരെ നമുക്കറിയാമല്ലോ, 16ഓളം മുൻ മുഖ്യമന്ത്രിമാർ പോയി, 200ഓളം MLA മാർ പോയി, എത്ര MP മാർ പോയി. ജാർഖണ്ഡിലേക്ക് ഇവർക്ക് ഒരു MP മാത്രമേ ഉള്ളൂ, ഗീതാ കോട. ആ പുള്ളിക്കാരത്തി അടക്കം പോയി. പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ലെന്നേ. അജയ് കപൂർ എന്ന് പറയുന്ന AICCയുടെ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതൊക്കെ പഠിക്കണം, അതായത് BJPയിലേക്ക് കോൺഗ്രസ് മുഴുവൻ പോവുകയാണ്, അതിനെപ്പറ്റി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നിമിഷ നേരം കഴിഞ്ഞില്ല, പുള്ളി പഠിച്ചു, നേരെ BJPയിലേക്ക് പോയി. ഇങ്ങനെ ഒരാളെയും പിടിച്ചു നിർത്താൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയൊക്കെയാണ് ഞങ്ങൾ BJPക്കെതിരെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു രാഹുൽ ഗാന്ധി, ഈ ഉടായ്പൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരാണ്. ഇത്തരം ഉടായ്പൊന്നും ഈ മണ്ണിൽ നടക്കുകയില്ല. പിന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ പലരും വിചാരിച്ചു എന്തായാലും ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ താഴ്ത്തിറക്കാൻ പറ്റിയൊരു പാർട്ടി കോൺഗ്രസ് ആണ് എന്ന്, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് നടന്നില്ല എന്ന് മാത്രമല്ല, മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയ ജനവിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്ന പല വിഷയങ്ങളിലുമൊക്കെ മൃദു സമീപനം നിങ്ങൾ സ്വീകരിച്ചു. നിലപാടില്ലാത്ത കോൺഗ്രസിനെയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് എന്തായാലും ഇനി ആ ഉടായ്പ നമ്പറൊന്നും വേണ്ട. EDയെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പിടിയിന്ന് പാർട്ടി മാറുന്ന നേതാക്കളൊന്നും എന്തായാലും LDFിലില്ല. ഈ അശോക് ചൗഹാൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയും? നേരെ സോണിയാഗാന്ധിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് ജയിലിൽ പോവുക അല്ലെങ്കിൽ BJP പോവുക, ഞാനതുകൊണ്ട് BJPയിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇവരുടെ നേതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കുറി കേരളത്തിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് പോകട്ടെ. മതേതരത്വം കാത്തു സൂക്ഷിക്കാനും ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ പോരാടാനും ഒക്കെ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് ഈ LDF പാർട്ടിയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ അതിന് കഴിയൂ എന്നവർ തെളിയിച്ചു. അതുകൊണ്ട് പഴയ കുറേ നാടകങ്ങളുണ്ടല്ലോ, നിങ്ങൾ സ്ഥിരമായി കുറേ വർഷങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന നാടകം, ആ നാടകമൊന്നുമായിട്ട് ഇനി ഈ മണ്ണിലേക്ക് വരണ്ട. നിങ്ങൾ ഉലകം ചുറ്റിക്കൊണ്ടേയിരിക്കും. ഉലകം ചുറ്റി ഇങ്ങനെ BJPയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൊടുത്തുകൊണ്ടേയിരിക്കും. രാഹുൽ ഗാന്ധി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്ന് അറിയും? ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങ് ഒഴുകിപ്പോകുന്ന നേതാക്കന്മാരെ തടഞ്ഞു നിർത്താൻ പഠിക്കും. എന്നിട്ടാവാം കേരളത്തിൽ വന്ന് ഇമാതിരി ഗീർവാണമടി.
ഒരു പക്വതയുമില്ലാത്ത രാഹുൽ ഗാന്ധി ഇനിയും ഈ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയാൽ വയനാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ ടേമിലൊക്കെ നിങ്ങൾ നന്നായി അനുഭവിച്ചതാണ് കേട്ടോ. രാഹുൽ ഗാന്ധി വരുന്നത് എങ്ങനെയാണ്? വലിയ സുരക്ഷാ സംവിധാനത്തോട് കൂടി തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തെ ഒന്ന് പോയി കാണാനോ അവിടുത്തെ മണ്ഡലത്തിലെ വിഷയങ്ങൾ ധരിപ്പിക്കാനോ ഒരു വോട്ടർമാർക്കും കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ. കഴിഞ്ഞ തവണ വന്യജീവി ആക്രമണത്തിൽ 17 ദിവസത്തിൽ 3 ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധി വന്നോ? ഇല്ലെന്ന്. വയനാടിനെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത്? പ്രതിഷേധം ഉയരുമ്പോൾ വരെ ഈ രാഹുൽ ഗാന്ധി ഒളിച്ചിരിക്കും. അതങ്ങ് ഉയർന്ന് വലിയ ശക്തമായി കഴിയുമ്പോൾ രംഗത്തേക്ക് വരും. പിന്നെ കാറിനകത്തിരുന്ന് തരുന്ന പരാതികളൊക്കെ നോക്കും. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞങ്ങ് പോകും. അങ്ങനെ ഒരു ഭാഷ പോലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെയാണോ, ഒരു ജനപ്രതിനിധിയാണോ വയനാടിന് വേണ്ടതെന്ന് വയനാട്ടിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ആനി രാജയെ പോലൊരു വനിതാ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ആനി രാജ ഇന്ത്യ മുന്നണിയിലെ അതിശക്തയായിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ അതിശക്തയായിട്ടുള്ള ഒരു വനിതാ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ വന്ന് നിൽക്കുമ്പോൾ അത് BJPക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും BJPക്ക് വേണ്ടി സ്പേസ് ഉണ്ടാക്കി കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ BJPയിലാണ്. ഇനി കരുത്തുറ്റ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടി കൂടി ഇങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കൾ കേരളത്തിൽ വന്ന ദേശീയ നേതാക്കൾ മത്സരിക്കുമ്പോൾ നിങ്ങൾ BJPയുടെ ഏജന്റുമാരാണ്, BJPയുടെ നിങ്ങൾ ഭക്തന്മാരാണെന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്നൊരവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.